വയ്യ. ഓ കെട്ടിലമ്മ ഇവിടെ ഫോണും കൊണ്ട് കളിക്കുക. ഞാനും വയ്യാതൊന്നും ഇരുന്നതാ. ഇവിടെ ഭയങ്കര പണിയായിരുന്നു അല്ലേ? കുറച്ച് ചെയ്തപ്പോ എനിക്ക് വയ്യാ തോന്നിയപ്പോ ഒന്ന് ഇരുന്നതാ. അതെ അതെ അതെ, ഭയങ്കര ഭയങ്കര 4 ആളെ ഇവിടെ മേക്കണ പണിയുണ്ടല്ലോ അല്ലേ? ഇവിടെ ആനുണ്ട്, അമ്പാനി ഉണ്ട്, പല സാധനങ്ങളും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഭയങ്കര പണിയാ മോൾക്ക്. ഞാനും എനിക്ക് വയ്യാത്ത പോലെ തോന്നി, അതുകൊണ്ട് ഇരുന്നതാ. കുറച്ചു നേരം ഒന്ന് ഇരിക്കാന്ന് വിചാരിച്ചു. ഡ്രസ്സൊക്കെ തിരുമ്പിയോ? ഡ്രസ്സ് അവിടെ ഇട്ടിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടില്ല. ആരാ നിന്റെ അച്ഛൻ വന്ന് തിരുമ്പോ? ഞാൻ ചെയ്തോളാം. എപ്പടി സമയം എത്രയായി? മിണുങ്ങാണ്ട സമയപ്പോ കേറി വന്നിക്കല്ലേ? 1 മണിയായപ്പോ വേറെ പണിയൊക്കെ ഉണ്ടായിരുന്നു. അടിച്ചോരി തുറക്കാൻ മാട്ട അത് ചെയ്തോ? അത് ഞാൻ ചെയ്തായിരുന്നു. ഇന്നലത്തെ ഡ്രസ്സൊക്കെ മടക്കി വെച്ചായിരുന്നോ? ഇല്ല, അത് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, ചെയ്തിട്ടില്ല. അയൺ ചെയ്തായിരുന്നോ? ചെയ്യണം. പിന്നെ നീ എന്താടി ഇന്ന് രാവിലെ അടിച്ചിട്ട് ഇവിടെ മല മറിച്ചത്? എന്താടി മല മറിച്ചത്? 3 നേരം തിന്നാനൊരു മടിയില്ലല്ലോ. ആ ടൈം ആവുമ്പോ അടുക്കള ഭാഗത്ത് കാണാലോ നിന്നെ. എവിടുന്ന് വരുന്നു നാശം? പണി കൊണ്ടവന്റെ കൂടെ ഒളിച്ചോടി പോയിട്ട് കെട്ടും ചത്തെന്ന് പറഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോ തിരിച്ച് റിട്ടേൺ അടിച്ച മുതലാ. അവിടെ പൂങ്കണ്ണീര് പറയില്ല ചേച്ചി, ഞാൻ ഒന്ന് ഇരുന്നല്ലേ ഉള്ളൂ. പറയണില്ല, നീ പറയടിന്ന എല്ലാം ചെയ്തോ? ചെയ്യാന്ന് പറഞ്ഞതല്ലേ ചേച്ചി. നീ എന്താടി എന്നോട് പറഞ്ഞത്? ചെയ്യാന്ന് പറഞ്ഞതല്ലേന്നാ? ഞാൻ പറഞ്ഞോ അനുസരിച്ച് ഇവിടെ നിന്നാ മതി കേട്ടാ. നിന്റെ കെട്ടിയോനല്ലേ ഇവിടുത്തെ കാര്യം നോക്കണത്? ആണോ? അല്ല, എന്റെ കെട്ടിയോനല്ലേ? എനിക്കും എന്റെ മക്കൾക്കും കൂടി ഉണ്ടാക്കണതല്ലേ? അതിനേ പങ്കാളി നീ എടുത്ത് 3 നേരം തിന്നോണ്ടിരിക്കണത്, മനസ്സിലായാ? നന്നായിട്ട് കഴി പിടിച്ചക്കടി. പൂണുണ്ടല്ലേ തോറവ് പോണമാരി ആശം പിടിച്ചോളൂ. അല്ല ഒരു ഫേന് കൂട്ടി നല്ലണ്ട് കൊടുത്താലോ. ഇത്ര നേരമായിട്ട് വരാതിരുന്നുണ്ടായിരുന്നു. ഞാൻ പുറത്തു പോയതല്ലേ. അടുത്ത മാസത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് ഇപ്പൊ തന്നെ സാരി ഒക്കെ വാങ്ങിയല്ലോ. അയ്യോ നല്ല രസമുള്ള കളറ്, എനിക്ക് മാച്ചല്ലേ? അയ്യോ നിനക്ക് നല്ല മാച്ചാണ്. സാരി നിനക്കുള്ളതല്ല, പിന്നെ അത് ഗായത്രിക്കുള്ളതാ. അവൾക്ക് ഈ കളർ മാച്ചാവോ? എന്താ അവൾക്ക് മാച്ചാവാതിരിക്കാ? ഈ ബോർഡർ എനിക്കല്ലേ കൂടുതൽ മാച്ച്? അല്ല, ഞങ്ങളെ കൂടുതൽ മാച്ചാക്കണ്ട. നിനക്ക് കഴിഞ്ഞ മാസം വാങ്ങിയതല്ലേ, 2 വാങ്ങിയില്ലേ? അപ്പൊ ഇത് അവൾക്കുള്ളതാണ്. ശരി, ഞാൻ അനിയത്തിക്ക് കൊടുത്തേക്ക്. അതെ, അവളെവിടെ? അവളവിടെ എന്തോ ഒരു പരിപാടി മാങ്ങ വിൽക്കാൻ പോയിക്കാന്ന്. കണ്ണിമാങ്ങ വീണിട്ടുണ്ടല്ലോ, കണ്ണിമാങ്ങ വിൽക്കാൻ പോയിക്കാം. പിന്നെ ഇന്ന് സുരേഷിന്റെ ഹൗസ് വാമിംഗ് ആണ്. എപ്പോ? ഇതപ്പോ ഞാൻ പോയിട്ട് വരാം. നേരത്തെ പറയാഞ്ഞ്. അവിടെ വലിയ പരിപാടിയൊന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് പോയി നോക്കിട്ട് വന്നില്ല ഒരു മോശമാണ്. അല്ല, ഇതേ കളറുള്ള ഒരേപോലത്തെ ഞങ്ങൾ കണ്ടിട്ട് പോവാണെങ്കിൽ നല്ല രസമാവും കേട്ടോ. അത്ര സുഖം വേണ്ട കേട്ടോ. ഇത് അവൾക്കുള്ളതാണ്, നിനക്കുള്ളത് വേറെ പിന്നെ വാങ്ങാം. പിന്നല്ല ഇനിയിപ്പോ അടുത്തൊന്നും സാരി വാങ്ങല്ലേ, എന്നും സാരി വാങ്ങലെന്നെ. അങ്ങനെ പറയും. ഇപ്പൊ തൽക്കാലം അവൾക്ക് കൊടുക്കും. ഞാൻ പോയിട്ട് വരാം. നിന്റെ പുന്നാരേട്ട നിനക്ക് മേടിച്ചിരുന്ന സാരി, നിനക്ക് സാരി പൊട്ട സാരി എടുക്കാതെ അവൾക്ക് വരാൻ കഴിയില്ല. എടി നീ നിന്റെ ഏട്ടനോട് സാരി വെച്ചടി. പിന്നെ എങ്ങനെയടി അങ്ങനെ ഈ സാരി നിനക്ക് എത്തിച്ചത്? പറയടി. അല്ലല്ലേ കെട്ടിയോൻ ചത്ത് ഇരിക്കണം, നിനക്കൊക്കെ എന്തിനടി സാരി? നീ അങ്ങനെ കൊണ്ട് പറഞ്ഞു പഠിപ്പിച്ചല്ലടി. പറയടി, സത്യം പറയടി. അവൾക്ക് 3 നേരം ഇവിടെ ഇരുന്ന് തിന്നാൻ മാത്രം പോരാ, അവൾക്ക് പട്ടിക്കാരി എടുത്തിട്ട് കല്യാണത്തിന് ലങ്കിലെക്കാനായിട്ട് നീ വരാൻ പാടില്ല കല്യാണത്തിന്, കേട്ടല്ലോ? അഥവാ നിന്റെ ഏട്ടാൻ പറഞ്ഞ നിനക്ക് വല്ല വയറുവേദന തലവേദന പറഞ്ഞു ഒഴിഞ്ഞു മാറിയില്ലെങ്കിൽ സംസാരിച്ചിരുന്നു എന്താടി? എന്താണ് നിന്റെ തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങിയ? അത് അവൾ അവിടെ ചെക്കനായിട്ട് വർത്താനം പറയുന്നത് അത് ഞാൻ കണ്ടു, അത് ഞാൻ ചോദിച്ചതാ. അത് ചോദിക്കാൻ ഇയാരാ? അതല്ല ഉണ്ടായിട്ടുള്ളത്, ഞാൻ പുറത്തുനിന്ന് കേട്ട് കാര്യങ്ങളൊക്കെ. അത് ശരി,
കൊറേ ദിവസമായി ഇവിടെ ഉള്ളവര് പറയണ് നീ ഇവളെ വല്ലാതെ ഉപദ്രവിക്കണ്ടെന്ന്. അപ്പോഴൊന്നും ഞാൻ വിശ്വസിച്ചില്ല. അപ്പൊ എന്റെ കണ്ണിൽ കണ്ട് ഞാൻ ഈ ഫോൺ മറന്നു വെച്ചിട്ടില്ലെങ്കിലോ അപ്പൊ എനിക്ക് അറിയാൻ പറ്റുമോ? അത് ചെറിയ അടിച്ച് ഞാൻ പൊളിക്കും. ഇത് എന്റെ അനിയത്തിയത് കേട്ടാ. അവിടെ കണ്ണിട്ട് ഒരു തുള്ളി കണ്ണീര് വീഴാൻ ഇനി ഇട ഉണ്ടാക്കിയ പറഞ്ഞില്ല വേണ്ട. ശരി, നിന്റെ സംസാരം നിന്റെ അഭിനയൊക്കെ കാണുമ്പോ ഭയങ്കര സ്നേഹാണല്ലോ. നിനക്ക് ഇങ്ങനെ ഒരു മുഖം ഉണ്ടോ ഉള്ളില്? ഉണ്ടടി, മുഖത്തേക്ക് നോക്കടി, ഉണ്ടാ? എവിടുന്നാണ് നിനക്ക് ഇങ്ങനെയൊക്കെ പറ്റണേ? ചോറല്ലേടി തിന്നണ്, ചോറല്ലേ? ഭർത്താവ് മരിച്ചിട്ട് വന്ന് നിൽക്കണ പാവം. ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, നിനക്ക് എന്നെ അനുസരിച്ചിട്ട് എന്റെ അനുജത്തിനെ നോക്കിയിട്ട് നല്ല പോലെയാണെങ്കിൽ ഇവിടെ ജീവിക്കാം. അതല്ലാതെ ഈ പാവത്തിനെ ഉപദ്രവിക്കാനാണെങ്കിൽ ഒരു താപ്പിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ അങ്ങനെയാണ് നിന്റെ വിചാരെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇപ്പൊ പോയിക്കൊള്ളാം വീട്ടിലേക്ക്. നല്ല വ്യക്തമായിട്ട് ആലോചിച്ചോ കേട്ടാ. എനിക്ക് എന്റെ അനിയത്തിനെ ഒഴിവാക്കാൻ പറ്റില്ല. പോയി മോളെ, ഇതൊന്നും നിനക്ക് എന്നോട് പറഞ്ഞൂടെ? എന്ത് ചേച്ചിയല്ലേന്ന് വെച്ചിട്ട് ഇങ്ങനെയാണോ? ഏട്ടവിടല്ലേ മോളെ? എത്ര ദിവസമായിട്ട് നീ ഇതൊന്ന് പറഞ്ഞൂടായിരുന്നോ? കണ്ടിട്ട് വിഷമാവണം ഏട്ടന് കേട്ടാ. ഇനി അങ്ങനെ ഉണ്ടാവില്ല കേട്ടാ. സാറില്ല, ശരി, പോയിക്കോ പോയിക്കോ. എന്തൊരവസ്ഥയെന്ന് ആലോചിച്ച് നോക്കുക. രണ്ട് പെണ്ണുങ്ങൾ കൂടുന്നോടത്തുള്ള പോയി.